ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഈ മീഷോ ഹോൾ തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് കാണിക്കുന്നത് ഒരു വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ വുഡൻ പീസസ് ആയിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ സ്ക്രൂവും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അസംബിൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഓരോ പീസസും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എൻജിനീയറിംഗ് വുഡാണ്, പോളിഷ്ഡാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സ്റ്റഡി ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്. നമുക്ക് ടീ, കോഫി, ഷുഗർ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ സ്പൈസ് ബോട്ടിൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാനുള്ള രീതിയിലുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ ഭരണികളും പിന്നെ ടീ, കോഫി കാനിസ്റ്ററൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 789 റുപ്പീസാണ് കേട്ടോ. നല്ല റിവ്യൂ ഉള്ള ഐറ്റമാണ്, വേണ്ടവർ വാങ്ങിക്കുക. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കുന്നത് ഇതൊരു ഡെക്കോർ ഐറ്റമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ MDF വുഡാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാളിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ അവർ കൊടുത്തിട്ടുള്ളതും ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 182 റുപ്പീസാണ്. ലൈറ്റ് കളർ വാൾസിലെല്ലാം ഇത് നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഈ ക്ലോക്കിൻ്റെ താഴെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൈസിന് നല്ലൊരു ഡെക്കോർ ഐറ്റം തന്നെയാണ് കേട്ടോ അത്. ഞാൻ കൂടുതലും ഇതുപോലത്തെ വാൾ ഡെക്കോർ ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ താഴെ വയ്ക്കുന്ന സാധനങ്ങൾ, ഏത് ഡെക്കോർ സാധനങ്ങളാണെങ്കിലും കുട്ടികൾ എടുക്കുന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇതാവുമ്പോൾ അതില്ല. അടുത്തത് ഈ ഒരു വാൾ ഡെക്കോർ ഐറ്റമാണ്. ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. കാരണം ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരു പ്ലൈവുഡ് കൊണ്ടൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് പോലെ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അധികം എവിടെയും കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഡെക്കോർ ഐറ്റമാണിത്. രണ്ട് സൈഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോള്. അതുപോലെ തന്നെ സ്ക്രൂവും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടില്ല, കാരണം ഡ്രിൽ ചെയ്യണമല്ലോ. അപ്പോൾ ഒഴിവോടെ ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു ഡെക്കോർ ഐറ്റം വരുന്നത് ഈ ഒരു വെയ്സിൻ്റെ സെറ്റാണ്. ഇത് ഞാൻ കുറേ ആയിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നത്. സെറാമിക് ആയതുകൊണ്ട് തന്നെ പൊട്ടുമെന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് ഓർഡർ ചെയ്യാതിരുന്നത്. പിന്നെ എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസാനം ഓർഡർ ചെയ്തതാണ്. പക്ഷേ അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള വേസ്റ്റ് സെറ്റാണ്. അതുപോലെ തന്നെ നല്ല റീസണബിൾ പ്രൈസിലാണ് കിട്ടിയത്. എനിക്കിത് 500 ആൻഡ് സംതിങ്ങിലാണ് എനിക്ക് കിട്ടിയത്. 568 എന്നാണ് എനിക്ക് ഓർമ്മ. ഞാനിതിലേക്ക് ഫ്ലവറോ ലീഫോ ഒന്നും പ്രത്യേകം വാങ്ങിച്ചില്ല. ഞാൻ ഓൾറെഡി ഒരു ലീഫിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, ഒരു വർഷം മുന്നേ. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ഇതിലോട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ആ ലീഫ് സെറ്റ്. ഇതുപോലത്തെ 5 or 6 ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ 3 എണ്ണത്തിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നിലായിട്ട് കുറച്ച് കുറച്ച് ലീഫായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഞാൻ 3 ഉള്ളത് വാങ്ങിക്കാൻ കാരണം ഈ ഒരു
സ്ഥലത്ത് വെക്കാനായിട്ടാണ്. ടി വി യൂണിറ്റിൽ ഇതുപോലെ 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ 3 ഒരുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം വെക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിച്ചത്. ഇതൊരു ബ്രൗൺ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് കളർ ഉള്ള വേസ് ആയിരിക്കും ഭംഗിയെന്ന് തോന്നി. അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കുന്നത് ഓയിൽ ബോട്ടിലിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് 500 ml കപ്പാസിറ്റി ഉള്ള ബോട്ടിൽസാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ബോട്ടിൽ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പിന്നെ ഒരെണ്ണത്തിൻ്റെ ലിഡ് മാത്രം കുറച്ച് ലൂസായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 2 എണ്ണം ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഒട്ടും ലീക്കേജ് ഇല്ല കേട്ടോ ഈ ഒരു ബോട്ടിലിന്. ഇതിൻ്റെ റേറ്റ് 250 ഉള്ളിലാണ് വരുന്നത്. ഇത് റൗണ്ട് അല്ല, കുറച്ച് സ്ക്വയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രിപ്പും കിട്ടും. അടുത്തൊരു പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഈ കോസ്റ്ററിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാണുമ്പോൾ ഇത് കോസ്റ്റർ ആണെന്ന് ആരും പറയില്ല, പക്ഷേ ഇതിനകത്ത് മൊത്തം 6 കോസ്റ്റർ ഉണ്ട്. കിച്ചൺ കൗണ്ടർ ടോപ്പിലാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും എപ്പോഴും നമ്മൾ ചൂടുള്ള സാധനങ്ങൾ വയ്ക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുള്ളാണ് ഇത്. പിന്നെ ഇത് കാണാനും ഒരു കെറ്റിലിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 286 റുപ്പീസാണ് കേട്ടോ. വുഡാണ് മെറ്റീരിയൽ. ഇതുപോലുള്ള 6 എണ്ണമാണ് വരുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയുള്ളത് കാരണം നമുക്ക് ഡെക്കോർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാം. അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഈ ഗ്ലാസ് കണ്ടെയ്നർ വിത്ത് കോർക്ക് ലിഡാണ്. ഇത് ഗ്ലാസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് കോർക്കാണ് കേട്ടോ. അത്രയ്ക്ക് എയർ ടൈറ്റ് അല്ല ഈ ഒരു കണ്ടെയ്നർ. നമുക്ക് സോൾട്ട്, ടീ പൗഡർ ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാനിത് 461 റുപ്പീസിനാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ഇതുപോലുള്ള കണ്ടെയ്നർ കിട്ടുമെന്നാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയത് ഈ ഒരു ബോട്ടിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആരും വാങ്ങിക്കാൻ ഞാൻ പറയില്ല. അപ്പോൾ 461 റുപ്പീസിനൊക്കെ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നത് മണ്ടത്തരന്നേ ഞാൻ പറയുള്ളൂ. ഇത് കാണാനുള്ളൊരു ഭംഗി കാരണം പിന്നെ 2 എണ്ണം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ റിട്ടേൺ ചെയ്യാനും പറ്റിയില്ല, കാരണം നാട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ അബദ്ധം എന്തായാലും ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.